ഗുഡ് മോർണിംഗ്. നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ കുറേ ബേസിക് ആയ ടേമുകളൊക്കെ നമ്മൾ പഠിച്ചു. സിസ്റ്റം എന്താണ്, സറൗണ്ടിങ് എന്താണ്, ഇങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറേ ടേമുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇനി പഠിക്കേണ്ട അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ് എൻതാൽപ്പി അല്ലെങ്കിൽ ഹീറ്റ് കണ്ടന്റ്. എൻതാൽപ്പി അല്ലെങ്കിൽ ഹീറ്റ് കണ്ടന്റ് റെപ്രസെന്റ് ലെറ്റർ എച്ച്. എങ്ങനെ സൂചിപ്പിക്കും? എച്ച്. എൻതാൽപ്പി അല്ലെങ്കിൽ ഹീറ്റ് കണ്ടന്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? എച്ച് എന്ന് റെപ്രസെന്റ് ചെയ്യും. വാട്ട് ഡു യു മീൻ ബൈ എൻതാൽപ്പി? വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കുക, ദ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ ആകെ ഹീറ്റ് കണ്ടന്റ് എത്രയാണോ, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ ആകെ ഹീറ്റ് എനർജി എത്രയാണോ, അതിന് പറഞ്ഞ പേരാണ് എന്തോ സാധനം? എൻതാൽപ്പി. എൻതാൽപ്പി ഈസ് ദി ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റം എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ഈ എൻതാൽപ്പി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കണം. H ഈസ് ഈക്വൽ ടു U പ്ലസ് PV. ഇതിലെ ഓരോ ടേമുകൾ നമുക്കറിയാം. H ആരെ സൂചിപ്പിക്കും? എൻതാൽപ്പി. U ആരെ സൂചിപ്പിക്കും? നമ്മൾ ആദ്യം പഠിച്ച ടേം ഇന്റേണൽ എനർജി. P പ്രഷർ, V വോളിയം. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ എൻതാൽപ്പിക്ക് ഒരു ഡെഫിനിഷൻ പറയാം. എൻതാൽപ്പി ഈസ് ദി സം ഓഫ് ദി ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം എനർജി. ഇന്റേണൽ എനർജിയുടെയും പ്രഷർ വോളിയം എനർജിയുടെയും തുകയാണ് എൻതാൽപ്പി എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെയെങ്കിൽ എൻതാൽപ്പിക്ക് രണ്ട് ഡെഫിനിഷൻ പഠിച്ചു. ഇതൊക്കെയാണ്. ഒന്ന്, എൻതാൽപ്പി ഈസ് ദി ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ പഠിച്ചു. രണ്ടാമത്തെ ഡെഫിനിഷൻ ഇക്വേഷൻ വെച്ച് പറഞ്ഞു. എൻതാൽപ്പി ഈസ് ദി സം ഓഫ് ദി ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം എനർജി. ഇക്വേഷൻ മറക്കണ്ട. എൻതാൽപ്പി കണ്ട ഇക്വേഷൻ എന്താ? H is equal to U plus PV. ഇനി വേണമെങ്കിൽ ഡെഫിനിഷൻ പറയാം എൻതാൽപ്പിക്ക്. എൻതാൽപ്പി ഈസ് ദി ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. എൻതാൽപ്പി ഈസ് ദി ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. വളരെ സിമ്പിൾ ആയിട്ട് ഈ മൂന്ന് ഡെഫിനിഷൻസ് ഓർത്തു വെച്ചേക്കാൻ കഴിയും. ദെൻ എൻതാൽപ്പിയെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എൻതാൽപ്പി എന്തോന്ന് ഫംഗ്ഷൻ ആണ്? നമ്മൾ പഠിച്ചതാണ്. എൻതാൽപ്പി എന്ത് ഫംഗ്ഷൻ ആണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. എൻതാൽപ്പി സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഒപ്പം എന്ത് പ്രോപ്പർട്ടിയാണ്? അത് നമ്മൾ പഠിച്ചതാണ്. സ്റ്റേറ്റ് ഫംഗ്ഷനോടൊപ്പം തന്നെ അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ് എന്നുകൂടെ ഓർത്തു വെച്ചേക്കുക. Enthalpy is a state function and an extensive property. Enthalpy is a state function and an extensive property. Change in enthalpy delta H എങ്ങനെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. H final മൈനസ് H initial. എപ്പോഴും ചേഞ്ച് നമ്മൾ എങ്ങനെ കാണുക? ഫൈനൽ മൈനസ് ഇനിഷ്യൽ. നമുക്കറിയാം ഒരു റിയാക്ഷന്റെ ഫൈനൽ എന്താ? ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഫൈനൽ എന്താണ്? അറിയാം. റിയാക്ഷൻ മീൻസ് റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറണം. ഇതല്ലേ കെമിക്കൽ റിയാക്ഷൻ. ആ കെമിക്കൽ റിയാക്ഷൻ ഫൈനൽ എന്താണ്? പ്രോഡക്റ്റ്. അപ്പോൾ ഡെൽറ്റ H എങ്ങനെ കാണാം? H പ്രോഡക്ട്സ് മൈനസ് H റിയാക്ടൻസ് എന്ന് വേണമെങ്കിലും എഴുതാമെന്ന് ഓർക്കുക. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഡെൽറ്റ H ഈസ് ഈക്വൽ ടു H2 മൈനസ് H1. ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. എൻതാൽപ്പിയുടെ ചേഞ്ച് എങ്ങനെ കാണുക? ഫൈനൽ മൈനസ് ഇനിഷ്യൽ. ഫൈനൽ എൻതാൽപ്പി മൈനസ് ഇനിഷ്യൽ എൻതാൽപ്പി. വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കാൻ കഴിയത്തില്ലേ? ദെൻ നമുക്കിനി നോക്കേണ്ടത് റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ H ആൻഡ് ഡെൽറ്റ U. ഡെൽറ്റ Hഉം ഡെൽറ്റ Uവും തമ്മിലുള്ള റിലേഷൻ എന്ത്? റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ H ആൻഡ് ഡെൽറ്റ U. നമുക്കറിയാം എൻതാൽപ്പി കണ്ട ഇക്വേഷൻ. എന്താ എൻതാൽപ്പി കണ്ട ഇക്വേഷൻ? H is equal to U plus PV. കൺഫ്യൂഷൻ എന്നെല്ലാം വിചാരിക്കുന്നു. എൻതാൽപ്പി കണ്ട ഇക്വേഷൻ എന്താ? H is equal to U plus PV ആണ്. നമുക്കറിയാം. ഞാനൊരു സിസ്റ്റത്തെ കൺസിഡർ ചെയ്യാണ്. ആ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി U1 ആണ്, വോളിയം V1 ആണ്. എങ്കിൽ എൻതാൽപ്പി H1 ആയിരിക്കും. ഒരു സിസ്റ്റത്തെ കൺസിഡർ ചെയ്തു. ഇന്റേണൽ എത്രയാണ്? U1, വോളിയം V1, എൻതാൽപ്പി H1. കോൺസ്റ്റന്റ് പ്രഷറിൽ ഇതിന്റെ ഇന്റേണൽ എനർജി U2 ആയി മാറി. എങ്കിൽ വോളിയം എത്രയായി മാറണം? V2. എൻതാൽപ്പി എന്തായി മാറണം? H2. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിച്ചോട്ടെ. ദെൻ ഈ ഒന്നാമത്തെ കണ്ടീഷനകത്തേക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് പറഞ്ഞേ.
സിമ്പിൾ ആണ്. എങ്ങനെ എഴുതാം? H1 ഈക്വൽ ടു U1 പ്ലസ് PV1 ഇക്വേഷൻ നമ്പർ 1. Then രണ്ടാമത്തെ ഈ കണ്ടീഷനകത്തേക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് പറഞ്ഞേ. H2 ഈക്വൽ ടു U2 പ്ലസ് PV2 രണ്ടാമത്തെ ഇക്വേഷൻ. സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്കറിയാം ഇനി ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡെൽറ്റ എച്ച് എങ്ങനെ കാണുക? പറഞ്ഞേ, ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡെൽറ്റ എച്ച് എങ്ങനെ കാണുക? വളരെ സിമ്പിൾ അല്ലേ? H2 മൈനസ് H1. H2 ന്റെ വാല്യൂ അറിയാം, H1 ന്റെ വാല്യൂ അറിയാം. എന്താ H2 ന്റെ വാല്യൂ പറഞ്ഞേ? U2 പ്ലസ് PV2 മൈനസ് എന്താ H1 ന്റെ വാല്യൂ? U1 പ്ലസ് PV1. ഇനി വളരെ സിമ്പിൾ, കെമിസ്ട്രി ഇല്ല, ഉള്ളി മാത്തമാറ്റിക്സ്. ടേമുകളെ സോർട്ട് ചെയ്താൽ മതി. സോർട്ട് ചെയ്യാം. U2 മൈനസ് U1 പ്ലസ് PV2 മൈനസ് PV1. എന്താ U2 മൈനസ് U1? ഡെൽറ്റ U പ്ലസ് രണ്ടിലും P കോമൺ അല്ലേ? that is V2 മൈനസ് V1. that is delta H is equal to delta U plus P delta V. മറന്നു പോകരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു. എന്താ റിലേഷൻ? ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അറിയില്ലേ എന്താ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? നമ്മൾ പഠിച്ചതാണല്ലോ. എന്താ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? പി വി ഈക്വൽ ടു എൻ ആർ ടി. പി വി ഈക്വൽ ടു NRT എന്നാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഞാൻ ഒരു സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റിനെ കൺസിഡർ ചെയ്യുന്നു. നമുക്കറിയാം ഇനിഷ്യൽ സ്റ്റേറ്റ് മീൻസ് ഫസ്റ്റ് സ്റ്റേറ്റ് അല്ലേ? അവിടെ എൻതാൽപ്പി പറയുമ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആണ് എന്ന് നമുക്കറിയാം. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റന്റ് ആണ് എന്ന് വിചാരിക്കുക. എങ്കിൽ ഇവിടെ മാറുന്ന ആരൊക്കെ ആയിരിക്കും? വോളിയവും നമ്പർ ഓഫ് മോൾസ്. ഇനിഷ്യൽ സ്റ്റേറ്റ് ആവുമ്പോൾ വോളിയം V1 നമ്പർ ഓഫ് മോൾസ് N1 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? P V1 ഈക്വൽ ടു N1 RT. കൺഫ്യൂഷൻ ഉണ്ടോ? സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ, ഫൈനൽ കണ്ടീഷൻ, അവിടെ മാറുന്നത് വോളിയം നമ്പർ ഓഫ് മോൾസ് മാത്രമായിരിക്കുമല്ലോ. അപ്പൊ എങ്ങനെ എഴുതാം? വോളിയം V2 ആയിരിക്കും, നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും? N2 ആയിരിക്കും. ആ കണ്ടീഷനകത്തേക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് പറഞ്ഞേ. P V2 ഈക്വൽ ടു എന്താ? N2 RT അല്ലേ? സിമ്പിൾ അല്ലേ? ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്നും ഇക്വേഷൻ നമ്പർ 4 എന്നും കൊടുക്കാം. സിമ്പിൾ ഓർത്ത് വെച്ചിരിക്കുക. ദെൻ ചെയ്യുന്നത് ഇക്വേഷൻ നമ്പർ 4 മൈനസ് 3 നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞേ. ഇക്വേഷൻ നമ്പർ 4 മൈനസ് 3 എങ്ങനെ എഴുതാം? PV2 മൈനസ് PV1 ഈക്വൽ ടു N2 RT മൈനസ് N1 RT എന്ന് എഴുതാം. എഴുതിക്കൂടെ? രണ്ടിനും P കോമൺ. P ഇൻറ്റു V2 മൈനസ് V1 ഈക്വൽ ടു രണ്ടിനും RT കോമൺ അല്ലേ? ദാറ്റ് ഈസ് N2 മൈനസ് N1 ഇൻറ്റു RT. സിമ്പിൾ അല്ലേ? ദാറ്റ് ഈസ് P ഡെൽറ്റ V ഈക്വൽ ടു ഡെൽറ്റ N RT. ദാറ്റ് ഈസ് ആ P ഡെൽറ്റ Vക്ക് പകരം ഐഡിയൽ ഗ്യാസിന്റെ കേസ് നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ N RT. അങ്ങനെ ഇക്വേഷൻ മാറ്റം വരുത്താം. ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വിക്ക് നമുക്ക് എന്ന് എഴുതാം? ഡെൽറ്റ എൻ ആർ ടി എന്ന് എഴുതാം എന്ന് കൂടെ ഓർത്ത് വെച്ചേക്കുക. ഇതാണ് ഡെൽറ്റ എച്ചും ഡെൽറ്റ യു തമ്മിലുള്ള റിലേഷനെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഇക്വേഷൻസ്. വളരെ സിംപ്ലി ഓർക്കേണ്ട കാര്യം ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നുള്ളതാണ്. അതോടൊപ്പം മനസ്സിലാക്കേണ്ടത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പി വി ഈക്വൽ ടു എൻ ആർ ടി നമുക്ക് അറിയാം. അവിടുന്ന് പി ഡെൽറ്റ വി ഈസ് ഈക്വൽ ഡെൽറ്റ എൻ ആർ ടി എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് ഇതിൽ നോക്കേണ്ടത് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഡെൽറ്റ എച്ച്. ഡെൽറ്റ എച്ചിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് പോയിന്റ് ആണ്, ഓർത്ത് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഡെൽറ്റ എച്ച് ചേഞ്ച് എൻതാൽപ്പി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ അറിയാം, അല്ലെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു അറിയാം. എന്താ? ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് നമുക്കറിയാം, അറിയുന്ന കാര്യമാണ്. നമുക്കിനി അറിയുന്ന മറ്റൊരു കാര്യമാണ് ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ.
നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സും അതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താ അറിയില്ലേ? പഠിച്ചതാണ്. വളരെ സിമ്പിൾ ആണ്. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു അല്ലേ? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇനി നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഈ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എന്താ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി. പഠിച്ചതല്ലേ? അതേസമയം ഇവിടുത്തെ വർക്ക് എക്സ്പാൻഷൻ വർക്ക് ആണെങ്കിൽ, അത് നമ്മൾ പഠിച്ചതാണ്. വർക്ക് എന്താണ്? എക്സ്പാൻഷൻ വർക്ക് ആണെങ്കിൽ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ആര് പറഞ്ഞിട്ടുണ്ട്? IUPAC. According to IUPAC sign convention, if the work is expansion, then W is negative. That is W is equal നമുക്ക് എന്ത് കിട്ടും? മൈനസ് പി ഡെൽറ്റ വി. കാരണം എന്ത്? വർക്ക് എക്സ്പാൻഷൻ വർക്ക് ആണ് എങ്കിൽ, വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ആണെങ്കിൽ സൈൻ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. അത് അപ്ലൈ ചെയ്ത് എങ്ങനെ എഴുതാം? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ യുവിന്റെ ഇക്വേഷൻ കിട്ടിയില്ലേ? സപ്പോസ് ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു, ഇത് ഇക്വേഷൻ നമ്പർ 2. ജസ്റ്റ് നോക്കിയേ. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 2 ഇൻ 1. രണ്ടാമത്തെ ഇക്വേഷനെ ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും എന്ന് പറഞ്ഞേ? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യുവിന് നമുക്ക് എന്ത് കൊടുക്കാം? ക്യൂ മൈനസ് പി ഡെൽറ്റ വി പ്ലസ് പി ഡെൽറ്റ വി. കൺഫ്യൂഷൻ ആവരുത്. ഡെൽറ്റ യുവിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? ക്യൂ മൈനസ് പി ഡെൽറ്റ വി പ്ലസ് പി ഡെൽറ്റ വി. നമുക്ക് അറിയാം പി ഡെൽറ്റ വി ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? ബാക്കി എന്തുണ്ട്? ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ക്യൂ. ഒരു കാര്യം മനസ്സിലാക്കുക, ഡെൽറ്റ എച്ച് എന്താണ് മെഷർ ചെയ്യുന്ന? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലല്ലേ? ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ക്യൂ പി. ഇതാണ് എൻതാൽപ്പിയുടെ ഡെൽറ്റ എച്ചിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. അപ്പൊ എന്താണ് ഡെൽറ്റ എച്ചിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെൽറ്റ എച്ച് റെപ്രസെന്റ്സ് ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഡെൽറ്റ എച്ച് റെപ്രസെന്റ്സ് ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. മറന്നു പോകണ്ട. ഡെൽറ്റ എച്ചിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെൽറ്റ എച്ച് റെപ്രസെന്റ്സ് ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഒരു ചെറിയൊരു പോയിന്റും കൂടെ. ഈ ഡെൽറ്റ എച്ച് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലോറി മീറ്റർ ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ആരാണ്? കലോറി മീറ്റർ ആണ് ഡെൽറ്റ എച്ച് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. ഏതാണ്? കലോറി മീറ്റർ. നേരത്തെ പഠിച്ചു. ഡെൽറ്റ യു മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബോംബ് കലോറി മീറ്റർ. ഏതാണ്? ബോംബ് കലോറി മീറ്റർ. ഇവിടെ ഡെൽറ്റ എച്ച് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? കലോറി മീറ്റർ. ചിലപ്പോൾ ഡെൽറ്റ എച്ച് ചോദിക്കാം, ചിലപ്പോൾ ചോദിക്കുന്നത് QP. ഹീറ്റ് എനർജി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് മെഷേർഡ് ബൈ യൂസിങ് കലോറി മീറ്റർ. കൺഫ്യൂഷൻ വേണ്ട, സിമ്പിൾ ആയിട്ട് ഓർക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇനി നമുക്ക് നോക്കേണ്ട എൻതാൽപ്പിയുടെ അടുത്ത ടേം എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ? വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ നിങ്ങളിത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഈ സെക്കൻഡ് എൻതാൽപ്പി കൊണ്ടേക്കു, ഈ റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. എന്താ കെമിക്കൽ റിയാക്ഷൻ? സിമ്പിൾ ആയി പറഞ്ഞാൽ റിയാക്ടന്റുകൾ പ്രോഡക്റ്റ് ആയി മാറുന്ന പ്രവർത്തനത്തെ പറഞ്ഞ പേരാണ് കെമിക്കൽ റിയാക്ഷൻ. അങ്ങനെ റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് എന്തോ സാധനം? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. കൃത്യമായി മനസ്സിലായില്ലേ? അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് എന്തോ സാധനം? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് accompanied when 1 mole of a reactant is converted into its products. ഒരു മോൾ റിയാക്ടന്റ് അതിന്റെ പ്രോഡക്റ്റുകളായി മാറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് എത്രയാണോ അതിന് പറഞ്ഞ പേരാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നത് വ്യക്തമായി മനസ്സിലാകും. നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് ടേമുകൾ തന്നെയാണ്. നിങ്ങൾക്കറിയാം എക്സോതെർമിക് റിയാക്ഷനും ഒപ്പം എൻഡോതെർമിക് റിയാക്ഷനും. അറിയില്ലേ? മലയാളത്തില് താപമോചക രാസപ്രവർത്തനം എന്നും താപശോഷക രാസപ്രവർത്തനം എന്നും പറയും. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ നടക്കുന്ന ഫലമായിട്ട് ഹീറ്റ് എനർജിയെ ലിബറേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് റിയാക്ടന്റ് പ്രോഡക്റ്റായി മാറുന്നു, ഒപ്പം ആരെ ലിബറേറ്റ് ചെയ്യുന്നു? ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ.
A chemical reaction occurs with the liberation of heat energy is called exothermic reaction. Suppose നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം. നമ്മുടെ റിയാക്ടറിന്റെ ഹീറ്റ് എനർജി 10 ജൂൾ ആണെന്നിരിക്കട്ടെ. ആ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് 2 ജൂൾ ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്നു വിചാരിക്കുക. എങ്കിൽ പ്രൊഡക്റ്റിന്റെ ഹീറ്റ് എത്രയായിരിക്കും? വളരെ സിംപ്ലി നമുക്ക് ഓർക്കാൻ കഴിയും 8 ജൂൾ. എന്തുകൊണ്ട്? അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ദാറ്റ് ഈസ് റിയാക്ടറിന്റെ ആകെ എനർജിയും പ്രോഡക്റ്റിന്റെ ആകെ എനർജിയും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇവിടെ 10 ജൂളാണ് ടോട്ടൽ എനർജി എങ്കിൽ ഇവിടെ എത്ര തന്നെ വരാൻ പാടുള്ളൂ? 10. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. കൺഫ്യൂഷൻ ഇല്ലല്ലോ. നമ്മൾ ഡെൽറ്റ എച്ച് എങ്ങനെ കാണുക പറഞ്ഞേ? ഫൈനൽ മൈനസ് ഇനിഷ്യൽ. റിയാക്ഷൻ ഫൈനൽ ആരാ? പ്രോഡക്റ്റ് മൈനസ് റിയാക്ടർ. പ്രോഡക്റ്റിന്റെ ഹീറ്റ് എനർജി എത്രയാ? 8 ജൂൾ. റിയാക്ടർ എത്രയാണ്? 10 ജൂൾ. 8 മൈനസ് 10 നമുക്ക് എത്ര കിട്ടും? -2 ജൂൾ. ഇവിടെ ഓർക്കേണ്ട കാര്യം സൈൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഡെൽറ്റ എച്ച് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എന്ന് ഓർക്കുക. അതേസമയം എന്താ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്താൽ അത്തരം റിയാക്ഷനെ പറയുന്ന പേരാണ് എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് ഓർക്കുക. ജസ്റ്റ് കാര്യം മനസ്സിലായില്ലേ? അതായത് റിയാക്ടന്റ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, then എന്തായി മാറുന്നു? പ്രോഡക്റ്റ് ആയി മാറുന്നു. വളരെ സിമ്പിൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഇതാണ് എന്ത് സാധനം? എൻഡോതെർമിക് റിയാക്ഷൻ. സപ്പോസ് റിയാക്ടറിന്റെ ഹീറ്റ് എനർജി 10 ജൂൾ ആണ്. അത് 2 ജൂൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്തു. പ്രോഡക്റ്റ് ആയി മാറുമ്പോൾ പ്രോഡക്റ്റിന്റെ ആകെ ഹീറ്റ് എത്രയായിരിക്കണം? 12 ജൂൾ. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ ഡെൽറ്റ എച്ച് എങ്ങനെ കാണുക? എച്ച് പ്രോഡക്ട്സ് മൈനസ് എച്ച് റിയാക്ടർ. പ്രോഡക്റ്റ് എത്രയാ? 12 ജൂൾ മൈനസ് റിയാക്ടർ എത്രയാണ്? 10 ജൂൾ പ്ലസ് 2 ജൂൾ അല്ലേ? മനസ്സിലാക്കേണ്ട കാര്യം ഡെൽറ്റ എച്ച് ഈസ് പോസിറ്റീവ് ഫോർ എൻഡോതെർമിക് റിയാക്ഷൻ. കാര്യം മനസ്സിലായില്ലേ? അതായത് ഒരു എക്സോതെർമിക് റിയാക്ഷന്റെ കേസിൽ അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ എൻതാൽപ്പി നെഗറ്റീവും, ഒരു എൻഡോതെർമിക് റിയാക്ഷന്റെ കേസിൽ അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ എൻതാൽപ്പി പോസിറ്റീവുമാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കണം, മറന്നു പോകരുത്. അതാണ് ഇവിടെയും പറയുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് എക്സോ ആണെങ്കിൽ എന്ത് ചെയ്യും? എൻതാൽപ്പി ഡിക്രീസ് ചെയ്യും. എൻഡോ ആണെങ്കിൽ എൻതാൽപ്പി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അത്രേ ഉള്ളൂ. What is enthalpy of reaction? It is the enthalpy change accompanied when 1 mole of a reactant is converted into its products. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർത്ത് വെച്ചേക്കണം. അത് മനസ്സിലാക്കേണ്ട കാര്യം എക്സോ ആണെങ്കിൽ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യും, എൻഡോ ആണെങ്കിൽ എന്ത് ചെയ്യും? എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുന്നു മനസ്സിലാക്കുക. ദെൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. നമ്മൾ എൻതാൽപ്പി ഓഫ് റിയാക്ഷന് ഡെൽറ്റ എച്ച് ആർ സൂചിപ്പിക്കും. സ്റ്റാൻഡേർഡ് കാണാൻ വേണ്ടി മേളിൽ എന്താണ്? ഒരു 0 കൊടുക്കും. ഡെൽറ്റ എച്ച് 0 എന്ന് കൊടുക്കും. ഇതാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ റെപ്രസെന്റേഷൻ. വളരെ സിമ്പിൾ ആണ്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ വേറൊന്നുമല്ല, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ തന്നെയാണ്. ഒറ്റ കണ്ടീഷൻ, അവിടുത്തെ റിയാക്ടന്റുകളും പ്രോഡക്റ്റുകളും എല്ലാം സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലായിരിക്കണം. എന്താ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ 298 കെൽവിൻ ടെമ്പറേച്ചർ, 1 atm പ്രഷർ, സൊല്യൂഷൻ ആണെങ്കിൽ 1 മോളാർ കോൺസെൻട്രേഷൻ. ഇതിനെ പറഞ്ഞ പേരാണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. അപ്പൊ നമ്മുടെ റിയാക്ടന്റുകളും പ്രോഡക്റ്റുകളും എല്ലാം സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ഓഫ് റിയാക്ഷനെ പറഞ്ഞ പേരാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. അപ്പൊ എന്താ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ? ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ when all the reactants and products are in the standard state. That is 298 Kelvin temperature, 1 atm pressure and 1 molar concentration. Clear അല്ലേ? അതായത് ഈ രണ്ട് ടേമുകൾ മനസ്സിലാക്കി വയ്ക്കുക. എന്താണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്നും എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്നും. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. നമ്മൾ ഈ എക്സോതെർമിക് റിയാക്ഷൻ എൻഡോതെർമിക് റിയാക്ഷൻ പഠിച്ചത് കൊണ്ട് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. എന്താണ് തെർമോകെമിക്കൽ ഇക്വേഷൻ? ഒരു കുഞ്ഞു ടേമാണ് തെർമോകെമിക്കൽ ഇക്വേഷൻ. നിങ്ങൾക്കറിയാം എന്താ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? വളരെ കെമിസ്ട്രി പഠിച്ചു തുടങ്ങിയ കാലം മുതൽ നിങ്ങൾ ചിന്തിക്കുന്നതാണ് അല്ലെങ്കിൽ പഠിക്കുന്നതാണ് കെമിക്കൽ ഇക്വേഷൻ. എന്താ? വാട്ട് ഈസ് ദ കെമിക്കൽ ഇക്വേഷൻ?
ആൻസർ ഉണ്ടോ? നിങ്ങളുടെ മനസ്സിലേക്ക് ആൻസർ എത്തിയിട്ടുണ്ടാവും അല്ലേ? വളരെ സിമ്പിൾ. കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റെപ്രസെന്റേഷൻ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് സിംബൽസ് ഓഫ് ദ റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്. റിയാക്ടന്റുകളുടെയും പ്രോഡക്റ്റുകളുടെയും സിംബലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്താൽ അതിനെ പറഞ്ഞ പേരാണ് കെമിക്കൽ ഇക്വേഷൻ അല്ലേ? നമ്മൾ എഴുതാറുണ്ട്, ഒരുപാട് ഇക്വേഷൻ ഫെമിലിയർ ആണ്. C+O2 gives CO2. ഇതൊരു കെമിക്കൽ ഇക്വേഷൻ ആണ്. കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. നമ്മുടെ എലമെന്റുകളെയും കോമ്പൗണ്ടുകളെയും സിംബൽസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ഇക്വേഷനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? അപ്പം ഒരു കെമിക്കൽ റിയാക്ഷനെ അതിന്റെ സിംബലുകൾ, റിയാക്ടന്റുകളുടെയും പ്രോഡക്റ്റുകളുടെയും സിംബലുകൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്താൽ അതിനെ പറഞ്ഞ പേരാണ് തെർമോകെമിക്കൽ ഇക്വേഷൻ. നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതുകയാണ്. C+O2 gives CO2. നമുക്കറിയാം. ഇനി തെർമോകെമിക്കൽ ഇക്വേഷന് വേറെ ഒന്നുമില്ല. ഈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനകത്തേക്ക് അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ഹീറ്റ് എനർജിയെ കൂടെ റെപ്രസെന്റ് ചെയ്യണം. ദാറ്റ് ഈസ്, ഈ കാർബണും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്ന റിയാക്ഷൻ എക്സോതെർമിക് ആണ്. അതുകൊണ്ട് വേണം ഇങ്ങനെ എഴുതാം, ΔH is equal to -393.5 kJ/mol. അതിന്റെ വാല്യൂസ് കാണാൻ പഠിക്കണമെന്നില്ല, എന്നാലും വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. ഇവിടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഒപ്പം 393.5 kJ/mol എനർജി ലിബറേറ്റ് ചെയ്യുന്നു. ΔH സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ലിബറേറ്റ് ചെയ്യുന്നു, എക്സോ ആണെന്ന് മനസ്സിലാക്കാം. ഇതൊരു തെർമോകെമിക്കൽ ഇക്വേഷൻ ആണ്. ഇതിന് വേറെ രീതിയിൽ എഴുതാം. എങ്ങനെ എഴുതാം? C+O2 gives CO2 plus 393.5 kJ/mol എന്ന് വേണമെങ്കിലും എഴുതാം. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഒപ്പം 393.5 kJ/mol എനർജിയും കൂടെ ഉണ്ടാകുന്നു. ദാറ്റ് മീൻസ് എനർജി ലിബറേറ്റ് ചെയ്യുന്നു, എക്സോതെർമിക് റിയാക്ഷൻ. ഈ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയും എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. രണ്ട് രീതികളാണ്. അപ്പോൾ എന്താണ് തെർമോകെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ which involves the change in heat energy. ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നെയാണ്. അതിന്റെ കൂടെ ആരെ കൂടെ സൂചിപ്പിക്കണം? ചേഞ്ച് ഇൻ ഹീറ്റ് എനർജിയെ കൂടെ റെപ്രസെന്റ് ചെയ്താൽ അതിനെ പറഞ്ഞ പേരാണ് തെർമോകെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ എന്താണ് തെർമോകെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ which involves the change in heat energy is called a thermochemical equation. വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇനി ഈ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം എന്ന് കൂടെ മനസ്സിലാക്കി വെക്കണം.